പലരും ഈ മൃതദേഹം പിന്നീട് അവിടെ നിന്ന് മാറ്റിയവർ തന്നെ പറയുന്നുണ്ട് ഇത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നാട്ടുകാർ വലിയൊരു പ്രതിഷേധത്തിലായിരുന്നു. അവർ പറയുന്നത് ഇത് നേരത്തെയും ഇത്തരത്തിലുള്ള വന്യമൃഗശല്യം ഉണ്ടായതാണ്, പലപ്പോഴും പരാതി പറഞ്ഞിട്ടുള്ളതാണ്, എന്നിട്ടും അതിലൊരു കൃത്യമായ നടപടി എടുക്കാത്തതാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ജനങ്ങളുടെ രോഷപ്രകടനമാണ് ഉണ്ടായിട്ടുള്ളത്. അവരിലൊരാളല്ലേ പെട്ടെന്ന് നനച്ചിരിക്കാതെ നഷ്ടപ്പെട്ടു പോയത്. ഭർത്താവ് രാവിലെ ജോലിക്ക് കൊണ്ട് ഇറക്കി തിരിച്ചുപോയി കുറച്ച് കഴിയുമ്പോഴേക്കാണ് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിനൊരു സ്ഥലം MLA മന്ത്രി കൂടിയാണ്. മന്ത്രി സംഭവസ്ഥലത്ത് അടിയന്തരമായി എത്തിച്ചേരുകയും സർവകക്ഷി നേതാക്കളൊക്കെ ആയിട്ട് സംസാരിച്ച് എല്ലാവരെയും കേട്ട് ഒരു തീരുമാനമെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം സർക്കാരും ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണത്. ആ പ്രതിഷേധം സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. ഇതൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പരാതി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് വയനാട്ടിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം. ശാശ്വതമായ പരിഹാരം വേണമെന്ന കാര്യം സംശയമൊന്നുമില്ല. മാനന്തവാടി നിയോജകമണ്ഡലത്തിൽ തന്നെ മന്ത്രി കൂടിയായിട്ടുള്ള MLA നിരവധി ഫണ്ടുകൾ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വനം എന്ന് പറയുന്നത് കേന്ദ്രവും കൂടി കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. 620 കോടി രൂപയുടെ പ്രോജക്റ്റ് കേരളത്തിലെ ഗവൺമെൻറ് 2 തവണ ആയിട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഒരു അനുകൂല നിലപാട് എന്തുകൊണ്ടോ സ്വീകരിക്കുന്നില്ല. സംസ്ഥാനം വിചാരിച്ചാൽ മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമല്ല ഇത്. അതുകൊണ്ട് തന്നെ കേരളത്തോട് പല കാര്യങ്ങളിലും കാണിക്കുന്നൊരു അവഗണനാ മനോഭാവം ഇക്കാര്യത്തിൽ തുടരുന്നു എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. കേന്ദ്രവും സംസ്ഥാനം നമ്മളെ കാര്യങ്ങൾ ഭരണപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് അവരുടെ സുരക്ഷയാണ് ആവശ്യം. ആ സുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ. ഇവിടെ തന്നെ അടിയന്തരമായിട്ട് ഇനി RRT സംഘങ്ങളുടെ പെട്രോളിംഗ് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ അടിക്കാട് വെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തം ഇപ്പോൾ തീരുമാനമായിട്ട് എടുത്തിട്ടുണ്ട്. ഏതായാലും അതുതന്നെയാണ് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഈ ആശങ്ക പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട സത്വരമായ നടപടികൾ ഈ സർക്കാരിൻ്റെ ഒപ്പം തന്നെ അധികൃതരുടെ ഭാഗത്തും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇന്നിപ്പോൾ മന്ത്രി നൽകിയ ഉറപ്പുകളുണ്ട്. ആ ഉറപ്പുകൾ ഉടൻ തന്നെ പാലിക്കപ്പെടണം എന്നുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉയരുന്നുണ്ട്. നേരത്തെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊപ്പം CPM ജില്ലാ സെക്രട്ടറി കൂടി ചേരുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു വിഷയമല്ല. നേരത്തെയും ഇക്കാര്യത്തിൽ പല പരാതികൾ നൽകിയതാണ്. പക്ഷെ അന്നേരമൊന്നും കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ കാരണം. അല്ല, പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഇന്ന് രാവിലെ ജോലിക്ക് വന്ന ഒരു സ്ത്രീ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഷേധം ഉണ്ടാവും. അതിദാരുണമായൊരു സംഭവമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ആ സംഭവം ഉണ്ടായതിനു ശേഷം വളരെ അടിയന്തരമായ ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നരഭോജിയായി കണക്കാക്കി വളരെ പെട്ടെന്ന് തന്നെ വെടിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. RRT സംഘത്തെ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടത്തേക്ക് പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ നിലയിൽ ഗവൺമെൻറ് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ഇനി ചെയ്യണം. ഇനി നമുക്കിപ്പോൾ മരണപ്പെട്ട സാഹചര്യത്തിൽ അതാണ് ചെയ്യാൻ വേണ്ടി കഴിയുക. ആ നിലയിലുള്ള കാര്യങ്ങളെല്ലാം 11 ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കും. അതോടൊപ്പം തന്നെ തൊഴിൽ നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് മന്ത്രി തന്നെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും വയനാടിനെ സംബന്ധിച്ച് വന്യമൃഗശല്യം വലിയ രൂപത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം. കേരളത്തിലെ ഗവൺമെൻറ് ആ നിലയിൽ തന്നെയാണ് നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ സ്വീകരിക്കുന്ന നിലപാടുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നുള്ളത് നിയമസഭ തന്നെ ഐക്യകണ്ഠേന പാസ്സാക്കി നൽകിയ കാര്യമാണ്. പക്ഷേ അതിനുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. 620 കോടി രൂപയുടെ പദ്ധതി വന്യമൃഗശല്യം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് നൽകിയതാണ്. പക്ഷെ അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. അത്തരം വിഷയത്തിൽ ഇടപെടേണ്ട MP ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യത്തിൽ ഇടപെടുന്നുമില്ല. അത്തരം വിഷയങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും അടിയന്തരമായി പരിഹരിക്കണമെന്ന നിലപാട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏതായാലും അങ്ങനെയാണ് പ്രജിൻ. ഇതിൽ മന്ത്രി പറഞ്ഞ ചില ഉറപ്പുകൾ നമുക്കൊന്നുകൂടി പറയാം. അതായത് ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം. ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഉടൻ തന്നെ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപയാണ് സാധാരണ നിലയിൽ നൽകാറുള്ളത്. 1 ലക്ഷം രൂപ കൂടി അധികം നൽകി 11 ലക്ഷം രൂപ നൽകുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ മന്ത്രി ചേരുന്നുണ്ട്. വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും സംയുക്ത പരിധിയിലാണ്. അതുകൊണ്ട് വഴിചാരകൾ ഉണ്ടാകും. അത് ഭരണകർത്താക്കളുടെ കാര്യം. അതിനപ്പുറത്തേക്ക് രാവിലെ വീട് വിട്ടിറങ്ങിയാൽ ജോലി ആവശ്യത്തിനും മറ്റാവശ്യത്തിനുമായി വീട് വിട്ടിറങ്ങിയാൽ ഉയരോടെ
ഉടലോടെ തിരിച്ചെത്തണമെന്ന സ്വാഭാവികമായ എല്ലാ മനുഷ്യൻ്റെയും മൗലികാവകാശം അത് വയനാട്ടുകാർക്കും ബാധകമുള്ളതാണ്, അവരുടെയും അവകാശമാണ്. അത്തരത്തിൽ ഭയാശങ്ങളില്ലാതെ, കടുവയെ പേടിക്കാതെ, കാട്ടാനയെ പേടിക്കാതെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്.